ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ടാലാബ് സെൻറ്റിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ. എൻ്റെ പേര് നോ ആണ്. നിങ്ങൾ കാണുന്നത് സീരീസ് 21 പാസ് ഫോർ ഷോർ വീഡിയോസ് ആണ്. ഈ സീരീസ് 21 പി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാമിൻ്റെ മുഴുവൻ കരിക്കുലവും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മോക്ക് ടെസ്റ്റ് വീഡിയോകൾ തയ്യാറാക്കുകയാണ്. ഇതുവരെ 2 മോക്ക് ടെസ്റ്റുകൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് 1 മോക്ക് ടെസ്റ്റ് 2. ഇന്ന് നാം മോക്ക് ടെസ്റ്റ് 3 കുറിച്ച് സംസാരിക്കും. അതിൽ ഞാൻ നിങ്ങൾക്ക് 50 ചോദ്യങ്ങൾ കൂടി പറയാം. പക്ഷേ തുടരുമ്പോൾ ഈ ചോദ്യങ്ങൾ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ളവയാണെന്ന് ഞാൻ ആദ്യം പറയട്ടെ. പക്ഷേ ഈ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വരും എന്ന് ഉറപ്പായി കരുതേണ്ടതില്ല. ഇവ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ഒരു വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾക്ക് ഉള്ള മുഴുവൻ കരിക്കുലവും പഠിക്കണം. സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ സിലബസ് മുഴുവൻ നന്നായി പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യാനും പരീക്ഷ എഴുതാനും പോകേണ്ടതുള്ളൂ. മാത്രമല്ല, ഈ മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നത് ശുപാർശ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം ഇതേ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ വരിക. അത് അങ്ങനെ ഒരിക്കലുമല്ല. ഇവ ചിലപ്പോഴൊക്കെ പരീക്ഷയിൽ വരാറുള്ള ചോദ്യങ്ങളാണ്. ഇവ ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാതിരിക്കാം. പക്ഷേ നമുക്ക് NSM സീരീസ് 21 മുഴുവൻ കരിക്കുലം പഠിക്കേണ്ടതുണ്ട്. 12 അധ്യായങ്ങൾക്കുമൊക്കെ ഞങ്ങൾ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിനുള്ള ലിങ്ക് വിവരണത്തിൽ കൂടി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം. തീർച്ചയായും പഠിക്കണം. അതിനുശേഷം ഈ മോക്ക് ടെസ്റ്റ് വീഡിയോ കാണും. ആരംഭിക്കാം. NSM സീരീസ് 21 മോക്ക് ടെസ്റ്റ് 3-ാം ചോദ്യമാണ്. ഒരു വ്യക്തി യോഗ്യനാകാൻ അവന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്ക് പുറത്തായി 182 ദിവസത്തേക്കാൾ കൂടുതൽ സമയം താമസിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ യോഗ്യനായി പരിഗണിക്കൂ. അതിനാൽ ശരിയായ ഉത്തരമാണ് 182. ടാക്സേഷൻ എന്ന അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 182 ദിവസമോ അതിലധികമോ ഇന്ത്യക്ക് പുറത്തു താമസിച്ചാൽ മാത്രമേ അവൻ അല്ലെങ്കിൽ അവൾ യോഗ്യനായി കണക്കാക്കപ്പെടൂ. ചോദ്യം നമ്പർ 2. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശമായി കണക്കാക്കപ്പെടുന്നത്? കറന്റ്, ക്യാപിറ്റൽ പ്രിസർവേഷൻ, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇവയൊക്കെയും. അതിനാൽ ശരിയായ ഉത്തരമാണ് ഇവയൊക്കെയും. ഏത് ഇൻവെസ്റ്ററുടെയും ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശ്യം ഈ 3-ൽ ഏതെങ്കിലും ആയിരിക്കാം. ചില ഇൻവെസ്റ്റർമാർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു സ്ഥിരമായ വരുമാനം നേടുക എന്നതാണ് ഉദ്ദേശ്യം. ചിലർക്ക് ക്യാപിറ്റൽ സംരക്ഷിക്കുകയും അതിനൊപ്പം കുറച്ച് റിട്ടേൺ ലഭിക്കുകയുമാണ് ആഗ്രഹം. മറ്റു ചിലർക്ക് ക്യാപിറ്റലിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശം. അതിനാൽ ഉത്തരം ഇവയൊക്കെയും ആണ്. ഒരു ഇൻവെസ്റ്ററുടെ ഉദ്ദേശം റിസ്ക്, റിട്ടേൺ, ലിക്വിഡിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയപ്പെടുന്നു. അതനുസരിച്ച് ഇൻവെസ്റ്റർ തന്റെ ഉദ്ദേശം നിർണ്ണയിക്കുന്നു. ഈ 3 വിഭാഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ചോദ്യം അലവ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിലെ ആദ്യത്തെ ഘട്ടം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കാഷ് നീഡ് സ്റ്റേറ്റ്മെന്റ്, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്നിങ്ങനെ ഓപ്ഷനുകൾ ഉണ്ട്. ശരിയായ ഉത്തരമാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിലെ ആദ്യത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതാണ്. ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു PMS ഫണ്ട് മാനേജർ ആരംഭിക്കുമ്പോൾ ആദ്യം തയ്യാറാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നതാണ് അടുത്തത്. ഇത് ഒരു റോഡ് മാപ്പാണ്. അത് നിക്ഷേപകന്റെ റിസ്ക് ശേഷിയും നിക്ഷേപ ലക്ഷ്യങ്ങളും നിക്ഷേപ നിയന്ത്രണങ്ങളും നിർവചിക്കുന്നു. അതായത് നിക്ഷേപകന്റെ റിസ്ക് ശേഷി എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നു, നിക്ഷേപ ഉദ്ദേശ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു, സ്കീമിന്റെ നിക്ഷേപ ഉദ്ദേശ്യം എന്താണ്, സ്കീമിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എവിടെയാണ് നിക്ഷേപം പോകുന്നത്, കൂടാതെ നിക്ഷേപകന്റെ നിക്ഷേപത്തിൽ ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ ഡോക്യുമെന്റ് വ്യക്തമാക്കുന്നു. അതിനാൽ IPS എന്നത് നിക്ഷേപ പ്രക്രിയയിലെ ഒരു ഘട്ടമാണ്. ചോദ്യം നമ്പർ 4-ൽ ഡാഷ് മാർക്ക് ചെയ്യുന്നത് PMS ആരംഭിക്കുന്നതിന്റെ തുടക്കമാണ്. എല്ലാ ഇഷ്യൂകളും എല്ലാ പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷനുകളും സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ജനുവരി 9, 1993 ആരംഭിച്ചു. ശരിയായ ഉത്തരമാണ് 1993. പുസ്തകത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിന്റെ തുടക്കം സെബി റെഗുലേഷനുകൾ പ്രകാരം 1993 ആണ്. ഇത് റെഗുലേറ്റർ പുറത്തിറക്കിയ കുറച്ച് പഴയ റെഗുലേഷനുകളിൽ ഒന്നാണ്. അതിനാൽ PMS വളരെ പഴയ റെഗുലേഷനുകളിൽ ഉൾപ്പെടുന്നു. 1993 ഇത് ആരംഭിച്ചു. ചോദ്യം നമ്പർ 5-ൽ ഉറത്തത് ഒഴികെ അത് വെറും ഡാഷ് മാത്രം നൽകുന്നു. അതായത് പോർട്ട്ഫോളിയോ മാനേജർ സെൽ പോയിന്റ് സ്റ്റേഡിയത്തിൽ സെക്യൂരിറ്റികൾ മാനേജ് ചെയ്യുന്നതിലും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലും ഓപ്ഷൻ, അഡ്വൈസറി സർവീസസ്, നോൺ ഡിസ്ക്രിഷണറി സർവീസ്, ഡിസ്ക്രിഷണറി സർവീസസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുകളിൽ പറയുന്നവയിൽ ഒന്നുമല്ല എന്നതാണ് ഉത്തരം. അതായത് അഡ്വൈസറി സർവീസസ് ഒഴികെ.
അതിനാൽ ഫണ്ട് മാനേജ്മെന്റ് PMSൽ 3 തരത്തിലുള്ള സർവീസുകൾ നൽകുന്നു: ഡിസ്ക്രിഷണറി, നോൺ ഡിസ്ക്രിഷണറി, അഡ്വൈസറി. അതിൽ അഡ്വൈസറി സർവീസ് ഒഴികെ ബാക്കി രണ്ടിലും ഡിസ്ക്രിഷണറി, നോൺ ഡിസ്ക്രിഷണറി സർവീസുകളിൽ ഫണ്ട് മാനേജർ നിയമിക്കുന്നത് നിർബന്ധമാണ്. ചോദ്യം നമ്പർ 6 താഴെ പറയുന്ന ഏത് സ്ഥാപനങ്ങൾക്കും PMSൽ നിക്ഷേപിക്കാൻ അർഹതയില്ല? അസോസിയേഷൻ ഓഫ് പേഴ്സൺ, പാർട്ണർഷിപ്പ് ഫർം, മുകളിൽ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും. ഉത്തരം മുകളിൽ പറയുന്നവയിൽ ഒന്നുമല്ല. അതായത് ഇവയിലൊന്നും PMSൽ നിക്ഷേപിക്കാൻ തടസ്സമില്ല, എല്ലാം നിക്ഷേപിക്കാൻ കഴിയും. PMSൽ ഞാൻ ഒരു ലിസ്റ്റ് കാണിച്ചു തരാം. എന്തെല്ലാ എൻറ്റിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. വ്യക്തികൾ, NRAകൾ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, പ്രൊപ്രൈറ്റർഷിപ്പ് ഫർമുകൾ, അസോസിയേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫർമുകൾ, ലിമിറ്റഡ് ലേബിലിറ്റി ഫർമുകൾ, ട്രസ്റ്റുകൾ, ബോഡി കോർപ്പറേറ്റ്. ചോദ്യം നമ്പർ 7 ഭാവിയിലെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ നിക്ഷേപകൻ നാമമാത്ര ഡേറ്റിനേക്കാൾ കൂടുതലുള്ള റിട്ടേൺ ആവശ്യപ്പെടും. ആ അധിക ഘടകമാണ് റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുന്നത്. അതിനാൽ ശരിയായ ഉത്തരമാണ് റിസ്ക് പ്രീമിയം. കാണൂ, ഭാവിയിലെ പേയ്മെന്റിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ നിക്ഷേപകർ എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഭാവിയിലെ കാഷ് ഫ്ലോകൾ ഉറപ്പില്ലാത്തതായിരിക്കുമ്പോൾ, അതായത് എനിക്ക് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന കാഷ് ഫ്ലോകൾ സ്ഥിരതയില്ലെങ്കിൽ, സാധാരണയായി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലും ഇങ്ങനെ തന്നെയാണ്. ഭാവിയിലെ കാഷ് ഫ്ലോകൾ ഉറപ്പില്ലാത്തതായിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്നത്, അവന് വേണ്ട റിട്ടേൺസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ നോമിനൽ റേറ്റ്, അതായത് നോമിനൽ ആവശ്യമായ റിട്ടേൺ റേറ്റിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നോമിനൽ റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതൽ സമ്പാദിക്കും എന്നാണ് അവൻ കരുതുന്നത്. ഈ അധിക ഘടകത്തെയാണ് നാം റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുന്നത്. അതിനാൽ ഉത്തരം റിസ്ക് പ്രീമിയം ആണ്. ചോദ്യം നമ്പർ 8 പോർട്ട്ഫോളിയോ പെർഫോമൻസ് മീഷർ ഓഫ് ഇൻഫർമേഷൻ റേഷ്യോ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരാശരി വ്യത്യാസമുള്ള റിട്ടേൺസ് ഓരോ വ്യത്യാസമുള്ള റിട്ടേൺസ് യൂണിറ്റിനും എങ്ങനെ കണക്കാക്കുന്നു എന്നതാണ്. ഇത് പോർട്ട്ഫോളിയോ പെർഫോമൻസ് വിലയിരുത്തുന്നു. റിട്ടേൺസ് ഓരോ റിസ്ക് യൂണിറ്റിനും പോർട്ട്ഫോളിയോ റിസ്ക് ബെഞ്ച്മാർക്ക് റിസ്കിനോട് പൊരുത്തപ്പെടുത്താൻ പോർട്ട്ഫോളിയോ റിട്ടേൺസ് പ്രതീക്ഷിച്ച റിട്ടേണിനോട് താരതമ്യം ചെയ്യാൻ. അതിനാൽ ശരിയായ ഉത്തരം ശരാശരി വ്യത്യാസമുള്ള റിട്ടേൺസ് ഓരോ വ്യത്യാസമുള്ള റിട്ടേൺസ് യൂണിറ്റിനും കണക്കാക്കുന്നു എന്നതാണ്. നോക്കൂ, ഒരു ഫണ്ട് മാനേജർ സൃഷ്ടിച്ച ആൽഫ സ്കിൽ മൂലമാണോ അതോ യാദൃശ്ചികമായുണ്ടായതാണോ എന്ന് നിർണ്ണയിക്കണമെങ്കിൽ അപ്പോൾ നാം ഇൻഫർമേഷൻ റേഷ്യോയും അപ്രൈസൽ റേഷ്യോയും കണക്കാക്കുന്നു. ശരിയാണല്ലോ. ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് ശരാശരി വ്യത്യാസ നിരക്കുകളും വ്യത്യാസങ്ങളുടെ വ്യത്യാസതയുടെ യൂണിറ്റും കണക്കാക്കുന്നു. നമ്പർ 9 രണ്ട് ഭാവി വിലകൾക്കിടയിൽ, സ്പോട്ട് ഫ്യൂച്ചർ വിലകൾക്കിടയിൽ, ഫ്യൂച്ചർ ഓപ്ഷൻ വിലകളിലോ ആർബിട്രേജ് അവസരങ്ങൾ ഉണ്ടാകാം. എല്ലാം. അതിനാൽ ശരിയായ ഉത്തരമാണ് എല്ലാം. കാണൂ, ആർബിട്രേജ് അവസരം ഇവയിലൊക്കെയും ഉണ്ടാകാം. അതിനാൽ ഫ്യൂച്ചർ വിലകളിലും സ്പോട്ട് ഫ്യൂച്ചർ വിലകളിലും ഫ്യൂച്ചർ ഓപ്ഷൻ വിലകളിലും ഇതുണ്ടാകാം. അതുകൊണ്ടാണ് ഉത്തരം എല്ലാം എന്നത്. ഇപ്പോൾ ചോദ്യം നമ്പർ 10 പോർട്ട്ഫോളിയോയുടെ റിസ്ക് പ്രീമിയം പോർട്ട്ഫോളിയോയുടെ ബീറ്റയാൽ വിഭജിക്കുന്ന പ്രകടനത്തിന്റെ അളവ് ഏതാണ്? ജെൻസൺ മീറ്റർ, ട്രൈനർ മീറ്റർ, ഷാർപ്പ് മീറ്റർ അല്ലെങ്കിൽ ഫാമ മീറ്റർ. നോക്കൂ, പോർട്ട്ഫോളിയോ റിസ്ക് പ്രീമിയം എന്നത് RP-RF, അതായത് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഇത് പോർട്ട്ഫോളിയോയുടെ ബീറ്റയാൽ വിഭജിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ട്രൈനർ റേഷ്യോയിലാണ്. അതിനാൽ ഇത് ട്രൈനർ റേഷ്യോയുടെ ഫോർമുലയാണ്. ശരി, ട്രൈനർ റേഷ്യോയെ നാം അങ്ങനെ അളക്കുന്നു. അധികമായ റിട്ടേൺ സിസ്റ്റമാറ്റിക് റിസ്ക് ഉപയോഗിച്ച് അളക്കുന്നതിനാലാണ് ഇത് കണക്കാക്കുന്നത്. പോർട്ട്ഫോളിയോയുടെ അധിക റിട്ടേൺ ബീറ്റയാൽ വിഭജിച്ചാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ട്രൈനർ റേഷ്യോയാണ് ശരിയായ ഉത്തരം, അല്ലേ? നമ്പർ 11 ഇന്ത്യയിൽ താമസിക്കുന്ന നിക്ഷേപകർക്കുള്ള നിയന്ത്രണം എന്താണ്? സ്ഥിരത മാർക്കറ്റിലെ പൊതുജന നിക്ഷേപത്തിന് ലഭ്യമായ വിവരങ്ങളിലേക്കുള്ള ആക്സസ് ദതവും രണ്ടും. അപ്പോൾ ഇവയിൽ ഏതാണ് ഇന്ത്യയിൽ താമസിക്കുന്ന നിക്ഷേപകർക്കുള്ള നിയന്ത്രണം? അതിനാൽ ശരിയായ ഉത്തരം ഓവർസീസ് മാർക്കറ്റിൽ നിക്ഷേപമാണ്. സാധാരണയായി വ്യക്തിഗത നിക്ഷേപകർക്ക് അധികം റെഗുലേറ്ററി നിയന്ത്രണങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പാലിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ റെഗുലേഷനുകൾ നിക്ഷേപകരുടെ നിക്ഷേപ ഓപ്ഷനുകൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന നോട്ടിഫിക്കേഷനുകൾ. അവയിൽ ലിബറലൈസ്ഡ് റിമിറ്റൻസ് സ്കീം പ്രകാരം ഒരു ഇന്ത്യൻ റെസിഡന്റ് വ്യക്തി പരമാവധി $2,500,000 വരെ മാത്രമേ നിക്ഷേപിക്കാൻ കഴിയൂ. അതിനാൽ ഇത് ഒരു റെഗുലേറ്ററി നിയന്ത്രണമായി മാറുന്നു. അതിനാൽ ശരിയായ ഉത്തരമാണ് ഓവർസീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ എല്ലാ റെഗുലേഷനുകളും ബാധകമാണ്. പ്രത്യേകിച്ച് യുടെ അപ്ലിക്കേഷൻ തുക എത്രയാണെന്നത് അവർക്ക് നിർണ്ണയിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്ററുടെ നില എന്താണ് എന്നാൽ 10 ലക്ഷം, 1 കോടി, 5 കോടി, 10 കോടി എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. ശരിയായ ഉത്തരമാണ് 10 കോടി.
അതായത് എങ്കർ ഇൻവെസ്റ്റർ എന്നത് അർഹതയുള്ള സ്ഥാപന നിക്ഷേപകരാണ്. അവർ പബ്ലിക് ഇഷ്യൂവിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസിലൂടെ കുറഞ്ഞത് 10 കോടി രൂപയുടെ അപേക്ഷ നൽകണം. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ പ്രകാരം എങ്കർ ഇൻവെസ്റ്റർ എന്നത് അർഹതയുള്ള സ്ഥാപന നിക്ഷേപകരാണ്. കുറഞ്ഞത് 10 കോടി രൂപയുടെ നിക്ഷേപം ചെയ്യേണ്ടതുണ്ട്. പബ്ലിക് ഇഷ്യൂവിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസിലൂടെ ആണ് ഇത് നടത്തുന്നത്. അടുത്ത ചോദ്യം, ഒരു സീറോ കുപ്പൺ ബോണ്ടിന്റെ ഡ്യൂറേഷൻ കണക്കാക്കുക. ബാലൻസ് ടു മെച്യൂരിറ്റി 2 വർഷം, 4 വർഷം, 6 വർഷം എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. ശരിയായ ഉത്തരമാണ് 4 വർഷം. അപ്പോൾ സീറോ കുപ്പൺ ബോണ്ടുകളിൽ കുപ്പൺ പേയ്മെന്റ് ഒന്നും ഇല്ല. ഇവിടെ കുപ്പൺ പേയ്മെന്റ് ലഭിക്കുന്നതുമില്ല. അതിനാൽ സീറോ കുപ്പൺ ബോണ്ടുകളുടെ ദൈർഘ്യം അതിന്റെ മെച്യൂരിറ്റിക്ക് തുല്യമായിരിക്കും. ശരിയായ ഉത്തരമാണ് ഈ ചോദ്യത്തിന്. ഏത് തരത്തിലുള്ള നിക്ഷേപ ലക്ഷ്യമാണ് കൺസോളിഡേഷൻ ഘട്ടത്തിൽ പിന്തുടരേണ്ടത്? ടാക്സ് പ്ലാനിംഗ്, മൂലധന സംരക്ഷണം, സ്ഥിരമായ വരുമാനം അല്ലെങ്കിൽ മൂലധന വർധനവ്. അതിനാൽ കൺസോളിഡേഷൻ ഘട്ടത്തിൽ ഉള്ള ഒരാൾക്ക് മൂലധന സംരക്ഷണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് മൂലധന സംരക്ഷണം. കൺസോളിഡേഷൻ ഘട്ടം സാധാരണയായി നമ്മുടെ മിഡ് ടു ലേറ്റ് കരിയർ ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. സാധാരണ ജീവിതത്തിൽ ഇതാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ വരുമാനം നമ്മുടെ ചെലവുകളെക്കാൾ കൂടുതലായിരിക്കും. വരുമാനം ചെലവുകളെ മറികടക്കുന്നു. ശരിയാണോ? അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ കൺസോളിഡേഷൻ ഘട്ടത്തിൽ നമ്മുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ അതാണ്. നമ്മുടെ വരുമാനം ഇപ്പോൾ കൂടുതലായിരിക്കുന്നു, ചെലവുകൾ കുറവാണ്. അതിനാൽ ജീവിതത്തിലെ ഈ ഘട്ടം അല്പം പ്രത്യേകമാണ്. ഇവിടെ 15-20 വർഷം എടുക്കും. ഈ ഘട്ടത്തിൽ നിക്ഷേപകർ മൂലധന സംരക്ഷണത്തിനും ഉയർന്ന മൂലധന ലാഭത്തിനും നോക്കി തുടങ്ങുന്നു. അതിനാൽ ഇവിടെയാണ് ഹൈ ക്യാപിറ്റൽ ഗെയിൻ നിക്ഷേപങ്ങൾ ചെയ്യുന്നത്. ബാലൻസ്ഡ് സം ലോറസ് കാസറ്റുകൾ. അതിനാൽ ചോദ്യ നമ്പർ 50 ചെലവുകൾ, ഇൻഫ്ലേ ദി പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് ഡിസിഷൻ, നികുതികളും പൊതുവായ ചെലവുകളും, ബിറ്റാസ്ക് സ്പ്രെഡുകൾ, നികുതികൾ, ട്രാൻസാക്ഷൻ ചെലവുകൾ, ഇക്വിറ്റി റിസർച്ച് ചെലവുകളും ട്രാൻസാക്ഷൻ ചെലവുകളും. അതിനാൽ ശരിയായ ഉത്തരമാണ് ട്രാൻസാക്ഷൻ ചെലവുകളും നികുതികളും. കാണൂ, പോർട്ട്ഫോളിയോ റീബാലൻസിംഗിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ അതൊരു ലളിതമായ ട്രേഡാണ്. ശരി, ഏതെങ്കിലും പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഇക്വിറ്റിയും ഡെറ്റും ഉള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി കൂടുതലായാൽ അപ്പോൾ കുറച്ച് ഇക്വിറ്റി വിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡെറ്റ് കൂടുതലായാൽ ഡെറ്റ് വിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ മുൻപത്തെ അലോക്കേഷനിലേക്ക് തിരികെ വരണം. ഒരു ഉദാഹരണം എടുക്കാം. ഇതിൽ ഇക്വിറ്റി 50 ആണ്, ഡെറ്റ് 50 ആണ്. ഇക്വിറ്റി കൂടുതലായാൽ നമ്മൾ ഇക്വിറ്റി വിൽക്കേണ്ടി വരും. അങ്ങനെ അത് 50ലേക്ക് കുറയ്ക്കണം. അതുപോലെ ഡെറ്റ് കൂടുതലായാൽ ഡെറ്റ് വിൽക്കേണ്ടി വരും. അങ്ങനെ അത് 50ലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ആ പോർട്ട്ഫോളിയോ റീബാലൻസ് നിലനിർത്താം. ഇതിൽ 2 തരത്തിലുള്ള ചെലവുകൾ വരും: ട്രാൻസാക്ഷൻ ചെലവും നികുതി ചെലവും. ട്രാൻസാക്ഷൻ ചെലവ് എന്നത് നമ്മൾ ഈ ട്രേഡിംഗ് ചെയ്യുമ്പോൾ വരുന്ന ചെലവാണ്. നികുതി ചെലവ് എന്നത് നമ്മൾ ഇക്വിറ്റി വിൽക്കുമ്പോൾ വരുന്ന നികുതിയും. ഡെറ്റിലും ഏതെങ്കിലും തരത്തിലുള്ള നികുതി വരും. അതിനാലാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ചെലവും നികുതികളും ഈ കാര്യത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. ബോണ്ടുമായി ബന്ധപ്പെട്ട പോർട്ട്ഫോളിയോ ബാലൻസിംഗ് തീരുമാനങ്ങൾ എന്നത് ചോദ്യം നമ്പർ 16 ആണ്. ഇൻഡെഞ്ചർ എന്നത് എന്താണ്? ഇൻഡെഞ്ചർ എന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ബോണ്ടാണ്. ഇൻഡെഞ്ചർ എന്നത് ബോണ്ടിലെ ഇൻഡെംനിറ്റി ക്ലോസ് ആണ്. കൂടാതെ ഇൻഡെഞ്ചർ ഒരു നിയമപരമായ കരാറാണ്. ഒരു ബോണ്ടിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്നതാണ് ഇൻഡെഞ്ചർ. കൂടാതെ ഇൻഡെഞ്ചർ എന്നത് ബോണ്ടിലെ ഉത്തരവാദിത്വത്തിന്റെ അവകാശം വ്യക്തമാക്കുന്ന ഒരു നിയമപരമായ കരാറാണ്. പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇൻഡെഞ്ചർ എന്നത് ഒരു നിയമപരമായ കരാറാണ്. അത് ബോണ്ടിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. അതിനാൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ഇൻഡെഞ്ചർ എന്നത് വെറും ഒരു നിയമപരമായ ഡോക്യുമെന്റ് ആണ്. അത് നമ്മുടെ ബോണ്ടിന്റെ ഫീച്ചറുകൾ വ്യക്തമാക്കുന്നു. ബോണ്ടിന്റെ ചോദ്യം നമ്പർ 70, ക്രാഷ് ഹോൾഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗിന്റെ ആവശ്യമുള്ള ഫ്രീക്വൻസി പോർട്ട്ഫോളിയോ മാനേജർക്ക് സെബി റെഗുലേഷൻ പ്രകാരം എത്രയാണെന്ന് ചോദിക്കുന്നു. ഇത് 5, 3 മാസം, 2 മാസം എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. ശരിയായ ഉത്തരമാണ് 3 മാസം. ചോദ്യം നമ്പർ 18, പോർട്ട്ഫോളിയോ മാനേജറുടെ ക്ലയന്റുമായി ബന്ധപ്പെട്ട് ഫീസ് പറ്റിയുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ക്ലയന്റ് പോർട്ട്ഫോളിയോ മാനേജർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസുകൾക്ക് ഫീസ് നൽകേണ്ടതില്ല എന്നതാണ് തെറ്റായ പ്രസ്താവന. ഓരോ സർവീസ് ടൈപ്പിനും ഫീസ് എത്രയാണെന്ന് തുടക്കത്തിൽ തന്നെ കരാറിൽ സമ്മതിച്ചിരിക്കും. പെർഫോമൻസ് ഫീസ് പോർട്ട്ഫോളിയോ മാനേജർ പൂർണ്ണമായും ചർച്ച ചെയ്യാവുന്നതാണ്. അതിനാൽ തെറ്റായ പ്രസ്താവനയാണ് ക്ലയന്റ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസുകൾക്ക് ഫീസ് നൽകേണ്ടതില്ല. അതായത് അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് പോലുള്ള ഔട്ട്സോഴ്സ് സർവീസുകൾക്ക് ക്ലയന്റ് തന്നെ ചെലവ് വഹിക്കണം. ചോദ്യം നമ്പർ 19, ട്രേഡ് ഫോമിന് താഴെ പറയുന്നവയിൽ ഏത് രേഖകൾ സൂക്ഷിക്കേണ്ടതില്ല? Valency of the firm, profit of the firm, financial statement of companies in the head as investor, outer report of the firm. സെബി റെഗുലേഷൻ പ്രകാരം ഓരോ പോർട്ട്ഫോളിയോ മാനേജറും താഴെ പറയുന്ന രേഖകൾ സൂക്ഷിക്കണം: വാലൻസി, അക്കൗണ്ടിംഗ് പീരിയഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കോപ്പി, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസാക്ഷനെയും പിന്തുണയ്ക്കുന്ന രേഖകൾ.
എന്നാൽ ദക്കതിൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൂക്ഷിക്കണമെന്നു എവിടെയും എഴുതിയിട്ടില്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ് ഇൻ ദ ഇൻവെസ്റ്റഡ്. ചോദ്യം നമ്പർ 20. ട്രാക്കിംഗ് ARR കണക്കാക്കുമ്പോൾ ഡെനോമിനേറ്ററായി ട്രൂ ആസ് ഉപയോഗിക്കുമോ, ന്യൂമറേറ്ററായി ട്രൂ ആസ് ഉപയോഗിക്കുമോ? ട്രാക്കിംഗ് ARR കണക്കാക്കാൻ ട്രൂ ആസ് ഡെനോമിനേറ്ററായി ഉപയോഗിക്കുന്നു. അതിനാൽ ഉത്തരം ട്രൂ ആസ് ഡെനോമിനേറ്റർ. ചോദ്യം നമ്പർ 21. 25,000 രൂപയുടെ നെറ്റ് തുക ഒരു ഇൻവെസ്റ്റർക്ക് പലിശയായി നൽകേണ്ടതുണ്ട്. അത് 10% ആണ്. പലിശയുടെ പേയ്മെന്റിനായി എത്ര തുക വേർതിരിക്കണം? ഓപ്ഷനുകൾ 20,777, 27,777. ഇതിന്റെ ഫോർമുല എങ്ങനെ കണക്കാക്കാം എന്ന് വിശദീകരിക്കുന്നു. ഫോർമുല വളരെ ലളിതമാണ്. നെറ്റ് ടു കിട്ടാൻ ഗ്രോസ് മൈനസ് ഗ്രോസ് മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ്. ടാക്സ് 10% ആണെങ്കിൽ 10% ഹരിക്കുക 100 0.1. നെറ്റ് തുക 25,000 ആണെങ്കിൽ 25,000 10.1. ഈ കണക്കുകൂട്ടൽ ചെയ്യുമ്പോൾ ഗ്രോസ് തുക 27,777 വരും. ഡാഷ് മിനിറ്റ് എഴുതേ നേരത്തെ കേടേ ഹാദത് മിജവ് ചെല്ലത് മിജവ് ദാനം രഹത് മിജവ് അദർഹ് ദ മേനത് ഹാമക. വളരെ വ്യക്തമായി നാം പഠിച്ചതാണ് ക്യാപിറ്റൽ റേഷനിങ് ഒരു ലക്ഷ്യമായിരിക്കില്ല. ബാക്കി 3 അപ്രിസിയേഷൻ, പ്രിസർവേഷൻ, കറന്റ് ഇൻകം ഇവയെല്ലാം ഒരു ലക്ഷ്യമായിരിക്കാം നിക്ഷേപത്തിനായി. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫണ്ടമെന്റൽ അനാലിസിസ് ഡാറ്റ മൈനിങ്ങിന്റെ പ്രക്രിയ സ്റ്റോക്കിനായി ഇൻട്രിൻസിക് വാല്യൂ, ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ എന്നിവയ്ക്കായി. അതിനാൽ ഫണ്ടമെന്റൽ അനാലിസിസ് നാം ചെയ്യുന്നത് ഒരു സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടെത്താനാണ്. ഫണ്ടമെന്റൽ അനാലിസിസിന്റെ പ്രക്രിയയിൽ ഇൻട്രിൻസിക് വാല്യൂ നിർണ്ണയിക്കുന്നതാണ്. ഇത് ചില സാമ്പത്തിക ഘടകങ്ങൾക്കും ഭാവിയിലെ വരുമാനത്തിനും അതിന്റെ പി റേഷ്യോയിലുമാണ് ആശ്രയിക്കുന്നത്. നാം കാഷ് ഫ്ലോയും പല വേരിയബിളുകളും കമ്പനികളുടെ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്നു. അവയെല്ലാം നിർണായകമാണ്. അതിനുശേഷം നാം സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടെത്തുന്നു. അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നത് സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് വാല്യൂ നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ്. ചോദ്യം നമ്പർ 21. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ കാഷ് മാനേജ്മെന്റ് ടീം ഫണ്ട് അക്കൗണ്ടിംഗ് നികുതി അനുസരണങ്ങൾക്കായുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടോ? ഇത് ബാങ്കുകളും ഫണ്ട് മാനേജ്മെന്റ് ടീമും MC ഫിനാൻസുകളും തമ്മിലുള്ള ഇടപെടലാണ്. കാഷ് മാനേജ്മെന്റ് ടീം എന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപകരുടെ പണം എങ്ങനെ ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു വിദഗ്ധരുടെ സംഘമാണ്. ഇവർ ഫണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നിക്ഷേപ തന്ത്രങ്ങൾ, വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കൽ, റിസ്ക് മാനേജ്മെന്റ്, നിക്ഷേപകരെ വിവരങ്ങൾ നൽകൽ തുടങ്ങിയ നിരവധി ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നു. കാഷ് മാനേജ്മെന്റ് ടീമിന്റെ പ്രവർത്തനം ഫണ്ടിന്റെ ദീർഘകാല വളർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. ഈ ടീമിന്റെ പ്രവർത്തന രീതി അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. വിവിധ രാജ്യങ്ങളിലെ ഫണ്ടുകൾ ഈ മാതൃക പിന്തുടരുന്നു. മ്യൂച്വൽ ഫണ്ട് എന്നത് പല നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ആ പണം ഓഹരി, ബോണ്ട്, മറ്റ് സാമ്പത്തിക ഉപകരണങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കുന്ന ഒരു സമാഹാര നിക്ഷേപ സംവിധാനമാണ്. ഇതിലൂടെ ചെറിയ നിക്ഷേപകർക്ക് പോലും വിപുലമായ വിപണിയിൽ പങ്കാളികളാകാൻ അവസരം ലഭിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിലുള്ളവയുണ്ട്. ഇക്വിറ്റി ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ, ഹൈബ്രിഡ് ഫണ്ടുകൾ, ഇലക്ട്രോണിക് ട്രേഡഡ് ഫണ്ടുകൾ, എറ്റ്സ് തുടങ്ങിയവ. ഓരോ ഫണ്ടിനും വ്യത്യസ്ത നിക്ഷേപ തന്ത്രങ്ങളുണ്ട്. അതിനനുസരിച്ച് റിട്ടേണും റിസ്ക്കും വ്യത്യാസപ്പെടുന്നു. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനം കർശനമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. അതുവഴി നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. നിക്ഷേപങ്ങളുടെ പ്രകടനം അളക്കുന്നതിനുള്ള പ്രധാന സൂചികകളിലൊന്നാണ് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ (TOR). ഈ സൂചിക നിക്ഷേപത്തിന്റെ വളർച്ചയെ വിവിധ സമയഘട്ടങ്ങളായി വിഭജിച്ച് ഓരോ ഘട്ടത്തിലും ലഭിച്ച റിട്ടേൺ കണക്കാക്കുകയും പിന്നീട് അവയെ ഗണിതശാസ്ത്രപരമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നിക്ഷേപത്തിൽ ഇടയ്ക്കിടെ വരുന്ന പണപ്രവാഹങ്ങൾ, ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, പ്രകടനത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഒഴിവാക്കുക എന്നതാണ്. അതായത് നിക്ഷേപത്തിൽ ഇടയ്ക്കിടെ പണം ചേർക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ അതിന്റെ സ്വാധീനം ഒഴിവാക്കി യഥാർത്ഥ പ്രകടനം എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഈ രീതി ഫണ്ടുകളുടെ പ്രകടനം താരതമ്യപ്പെടുത്തുന്നതിനും ഫണ്ട് മാനേജർമാരുടെ കഴിവ് വിലയിരുത്തുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്നു. ജിയോമെട്രിക് മീൻ എന്നത് ഗണിതശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശരാശരി കണക്കാക്കൽ രീതിയാണ്. പല ഘട്ടങ്ങളിലായി ലഭിച്ച റിട്ടേണുകൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അവയുടെ ഗണിതശാസ്ത്രപരമായ ശരാശരി കണ്ടെത്താൻ ഇത് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നിക്ഷേപം ആദ്യ വർഷം 10% വളർന്നു, രണ്ടാം വർഷം 20% കുറഞ്ഞു, മൂന്നാം വർഷം 15% വളർന്നു എന്നിങ്ങനെയുള്ള പല ഘട്ടങ്ങളിലായി റിട്ടേൺ ലഭിച്ചാൽ ആ മുഴുവൻ കാലയളവിലെ ശരാശരി വളർച്ചാ നിരക്ക് കണ്ടെത്താൻ ജിയോമെട്രിക് മീൻ ഉപയോഗിക്കുന്നു. ഇത് സാധാരണമായ അരിത്മെറ്റിക് മീനിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ജിയോമെട്രിക് മീൻ വളർച്ചയുടെ സംയോജിത സ്വഭാവം കണക്കിലെടുക്കുന്നു. ഗണിതശാസ്ത്രപരമായി ജിയോമെട്രിക് മീൻ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 1 എന്നതാണ്.
സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് നിക്ഷേപങ്ങളുടെ വളർച്ചാ നിരക്ക് കണക്കാക്കുമ്പോൾ ജിയോമെട്രിക് മീൻ കൂടുതൽ യുക്തിയുക്തമാണ്. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ലഭിച്ച റിട്ടേൺ ജിയോമെട്രിക് മീൻ ഉപയോഗിച്ചാണ് സംയോജിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് ജിയോമെട്രിക് മീനിന് സമാനമാണ് എന്ന് പറയാം. ഉദാഹരണത്തിന്, ഒരു നിക്ഷേപം 3 വർഷം തുടർച്ചയായി 5%, 10%, 15% എന്നിങ്ങനെയുള്ള റിട്ടേൺ ലഭിച്ചാൽ ആ 3 വർഷത്തെയും സംയോജിത വളർച്ചാ നിരക്ക് കണ്ടെത്താൻ ജിയോമെട്രിക് മീൻ ഉപയോഗിക്കും. അതേ രീതിയിലാണ് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണക്കാക്കുന്നത്. ഈ രീതി നിക്ഷേപകരെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. അതിലൂടെ അവർക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. കാഷ് മാനേജ്മെന്റ് ടീം ഈ കണക്കുകൾ ഉപയോഗിച്ച് ഫണ്ടിന്റെ പ്രകടനം വിലയിരുത്തുകയും നിക്ഷേപകരെ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രധാനമായും ഉൾപ്പെടുന്നു, കാരണം ഇത് ഫണ്ടിന്റെ യഥാർത്ഥ പ്രകടനം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. നിക്ഷേപകരുടെ ഇടയ്ക്കിടെ വരുന്ന പണപ്രവാഹങ്ങൾ പ്രകടനത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഒഴിവാക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഈ കണക്കുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫണ്ടുകൾക്കും വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. അതിനാൽ കാഷ് മാനേജ്മെന്റ് ടീം, മ്യൂച്വൽ ഫണ്ട്, ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ജിയോമെട്രിക് മീനിന് സമാനമാണ് എന്നത് ഒരു അന്താരാഷ്ട്രമായി അംഗീകരിച്ച സത്യമാണെന്നും നിക്ഷേപ രംഗത്ത് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും പറയാം. ഇതിൻ്റെ പ്രായോഗിക പ്രാധാന്യം മനസ്സിലാക്കാൻ കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഒരു നിക്ഷേപകൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 10,000 രൂപ നിക്ഷേപിച്ചു. ആദ്യ വർഷം ഫണ്ട് 8% വളർന്നു, 2-ാം വർഷം 5% കുറഞ്ഞു, 3-ാം വർഷം 12% വളർന്നു. ഈ 3 വർഷത്തെയും സംയോജിത വളർച്ചാ നിരക്ക് കണ്ടെത്താൻ ജിയോമെട്രിക് മീൻ ഉപയോഗിക്കും. 1 + 0.08, 1 കുറയ്ക്കുക 0.05, 1 + 0.12, 1.08, 0.95, 1.12, 1.149776. അതായത് 3 വർഷത്തിന് ശേഷം നിക്ഷേപം ഏകദേശം 14.98% വളർന്നു. ഈ കണക്കാണ് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ നൽകുന്നത്. മറ്റൊരു ഉദാഹരണം, ഒരു നിക്ഷേപകൻ ആദ്യ വർഷം 5% റിട്ടേൺ നേടി, 2-ാം വർഷം 10% നഷ്ടപ്പെട്ടു, 3-ാം വർഷം 20% റിട്ടേൺ നേടി. ഈ ഘട്ടങ്ങളിലായി ജിയോമെട്രിക് മീൻ ഉപയോഗിച്ച് സംയോജിത വളർച്ചാ നിരക്ക് കണക്കാക്കാം. ഈ രീതിയിലൂടെ നിക്ഷേപത്തിൽ ഇടയ്ക്കിടെ വരുന്ന പണപ്രവാഹങ്ങൾ പ്രകടനത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഒഴിവാക്കാൻ കഴിയും. ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ജിയോമെട്രിക് മീൻ എന്നിവയുടെ പ്രാധാന്യം നിക്ഷേപ രംഗത്ത് വളരെയധികം ആണ്. ഫണ്ട് മാനേജർമാർ, നിക്ഷേപ സ്ഥാപനങ്ങൾ, റെഗുലേറ്ററി അതോറിറ്റികൾ എന്നിവ ഈ കണക്കുകൾ അടിസ്ഥാനമാക്കി ഫണ്ടുകളുടെ പ്രകടനം വിലയിരുത്തുന്നു. ഈ കണക്കുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫണ്ടുകൾക്കും വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. അതിനാൽ കാഷ് മാനേജ്മെന്റ് ടീം, മ്യൂച്വൽ ഫണ്ട്, ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ജിയോമെട്രിക് മീനിന് സമാനമാണ് എന്നത് ഒരു അന്താരാഷ്ട്രമായി അംഗീകരിച്ച സത്യമാണെന്നും നിക്ഷേപ രംഗത്ത് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും പറയാം. ഈ കണക്കുകൾ നിക്ഷേപകരെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. അതിലൂടെ അവർക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ഭാവിയിൽ നിക്ഷേപ രംഗത്ത് കൂടുതൽ സാങ്കേതിക പുരോഗതികൾ വന്നാലും ഈ അടിസ്ഥാന കണക്കുകളുടെ പ്രാധാന്യം നിലനിൽക്കും. മുകളിൽ പറഞ്ഞ രണ്ടും അല്ലെങ്കിൽ ഒന്നുമല്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ജിയോമെട്രിക് മീനിന് സമാനമാണ്. ചോദ്യം നമ്പർ 34. പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസിലെ ഏത് വ്യവസ്ഥയാണ് യോഗ്യമായ ഫണ്ട് മാനേജർമാർക്ക് ബാധകമല്ലാത്തത് എന്ന് തിരിച്ചറിയുക. യോഗ്യമായ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ആവശ്യമായ പ്രഖ്യാപനങ്ങൾ സമർപ്പിക്കൽ. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 9 പ്രകാരമുള്ള അനുസരണങ്ങൾ. ഓവർസീസ് ഫണ്ടുകളുടെ ഓഡിറ്റ്. ശരിയല്ലേ? അതിനാൽ ശരിയായ ഉത്തരമാണ് ഓവർസീസ് ഫണ്ടുകളുടെ ഓഡിറ്റ്. ചോദ്യം നമ്പർ 35. സത്യമായുള്ള പ്രസ്താവനകൾ തിരിച്ചറിയുക. ഒരു സ്കീം വിലയിരുത്തുമ്പോൾ ചെലവ് അനുപാതം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമിനാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഒരു ഷോർട്ട് ടേം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ പോർട്ട്ഫോളിയോയുടെ ക്രെഡിറ്റ് ക്വാളിറ്റി പരിശോധിക്കേണ്ടതാണ്. ഐ മാത്രം, പേ മാത്രം, ഐയും പേയും ഒന്നുമല്ല. അതിനാൽ 2 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഐയും പേയും ആണ്. നാം ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപം നടത്തുമ്പോൾ ചെലവ് അനുപാതത്തിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. കൂടാതെ നാം ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ പോർട്ട്ഫോളിയോയുടെ ക്രെഡിറ്റ് ക്വാളിറ്റി നിർബന്ധമായും പരിശോധിക്കണം. അതിനാൽ ശരിയായ ഉത്തരമാണ് ഐയും പേയും. ചോദ്യം നമ്പർ 36. ഒരു പോർട്ട്ഫോളിയോ മാനേജർ വിശ്വസിക്കുന്നത് ഇക്വിറ്റി മാർക്കറ്റ് വില കൂടിയതാണെന്നും ഉടൻ തന്നെ ശരിയാക്കലുണ്ടാകുമെന്നുമാണ്. അവൻ എങ്ങനെയൊരു നടപടി സ്വീകരിക്കണം? നിങ്ങൾ ഒരു കാത്തു നോക്കുക എന്ന തന്ത്രം സ്വീകരിക്കണം. നിക്ഷേപകന്റെ മനോഭാവം അനുസരിച്ച് റീബാലൻസിംഗ് നടത്തണം. മാർക്കറ്റ് ശരിയാകുന്നതുവരെ ഇക്വിറ്റിക്ക് കൂടുതൽ ഭാരമേൽപ്പിക്കുക. മാർക്കറ്റ് ശരിയാകുന്നതിന് മുമ്പ് ഇക്വിറ്റിയിലെ ഭാരം കുറയ്ക്കുക.
അതിനാൽ ശരിയായ ഉത്തരമാണ് മാർക്കറ്റ് ശരിയാകുന്നതിന് മുമ്പ് ഇക്വിറ്റിയിലെ ഭാരം കുറയ്ക്കുക. കാണൂ, പോർട്ട്ഫോളിയോ മാനേജർ ഓഹരി വിപണി വില കൂടിയതാണോ അല്ലെങ്കിൽ ഒരു ശരിയാക്കൽ ഉണ്ടാകാമോ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ മാർക്കറ്റ് ശരിയാകുന്നതിന് മുമ്പ് അവൻ തീർച്ചയായും ഇക്വിറ്റിയുടെ ഭാരം കുറയ്ക്കാം. ചോദ്യം നമ്പർ 37. മിസ് കവിത ഒരു BMS ഡിസ്ട്രിബ്യൂട്ടറാണ്. അവളുടെ ക്ലയന്റിന് പ്രകടന പ്രവചനം എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെക്കുറിച്ച് ചില വിശദീകരണം വേണം. അവൾ എന്ത് ചെയ്യണം? മിസ് കവിത ക്ലയന്റുകളെ അറിയിക്കണം, യഥാർത്ഥ ജീവിതത്തിൽ പ്രവചനങ്ങൾ ഒരിക്കലും സത്യമായി തീരാറില്ല, അതിനാൽ അവ അവഗണിക്കാം എന്ന്. ഇതൊരു സങ്കീർണമായ വിഷയം ആണെന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് മിസ് കവിത വ്യക്തമാക്കണം. മിസ് കവിത ക്ലയന്റിനെ പോർട്ട്ഫോളിയോ മാനേജറിലേക്ക് റഫർ ചെയ്യണം. മിസ് കവിത വിശദീകരിക്കേണ്ടതും അതിനായി എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ശരിയായ ഉത്തരമാണ് മിസ് കവിത വിശദീകരിക്കേണ്ടതും അതിനായി എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുമാണ്. മിസ് കവിത ഇത് വിശദീകരിക്കുകയും പ്രകടന പ്രവചനങ്ങൾ എങ്ങനെ കാണിച്ചിരിക്കുന്നുവെന്ന് വിശദീകരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണം. ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്നത് നിക്ഷേപകന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റാണ്. ABS എന്നത് നിക്ഷേപകരെ ആകർഷിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യാൻ പോർട്ട്ഫോളിയോ മാനേജർ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്നത് സെബി നൽകുന്ന ഒരു ശൂന്യ ഫോം ആണ്. അത് നിക്ഷേപകർ പൂരിപ്പിക്കേണ്ടതാണ്. അതെ, മുകളിൽ പറഞ്ഞവ എല്ലാം. അതിനാൽ ശരിയായ പ്രസ്താവനയാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്നത് നിക്ഷേപകന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റാണ്. കാണൂ, ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് രൂപീകരിക്കൽ എന്നത് പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രക്രിയയിലെ ആദ്യഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ ABS ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ റോഡ് മാപ്പാണ്, നിക്ഷേപ പ്രക്രിയയെക്കുറിച്ച് നമ്മെ അറിയിക്കുന്നതാണല്ലോ. അതിനാൽ നിക്ഷേപകന്റെ എല്ലാ തീരുമാനങ്ങളും, ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, റിസ്ക് ആപ്പറ്റൈറ്റ്, ലക്ഷ്യങ്ങൾ, നിയന്ത്രണങ്ങൾ, മുൻഗണനകൾ ഇവയൊക്കെയും ABSൽ എഴുതിയിരിക്കുന്നു, അല്ലേ? അതിനാലാണ് ABS അപ്ഡേറ്റ് ചെയ്യുകയും കാലാനുസൃതമായി പരിഷ്കരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിനാൽ ഉത്തരം ഇതാണ്, ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എന്നത് നിക്ഷേപകന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റാണ്. മറ്റുള്ളവ എല്ലാം തെറ്റാണ്. ചോദ്യം നമ്പർ 39. കമ്പനീസ് ആക്ട് 2013 ഏത് സെക്ഷനിലാണ് ബോഡി കോർപ്പറേറ്റ് എന്നത് നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 2, സെക്ഷൻ 1, സെക്ഷൻ 7, സെക്ഷൻ 2. പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഉത്തരം സെക്ഷൻ 2 ആണ്. ചോദ്യം നമ്പർ 40. മിസ്റ്റർ അമിറ്റിന് പോർട്ട്ഫോളിയോ മാനേജറുമായി ഒരു പരാതിയുണ്ട്. അത് അദ്ദേഹം സെപ്റ്റംബർ 1 സമർപ്പിച്ചു. പോർട്ട്ഫോളിയോ മാനേജർ ഈ പരാതി വീണ്ടും പരിഗണിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 16, ഒക്ടോബർ 1, നവംബർ 1, ഡിസംബർ 1 എന്നിവയിലേതാണെന്ന് ചോദിക്കുന്നു. ശരിയായ ഉത്തരം ആ വർഷത്തെ ഒക്ടോബർ 1 ആണ്. എന്ത് പരാതിയാണെങ്കിലും സെബി പോർട്ട്ഫോളിയോ മാനേജർ പ്രകാരം പരാതി ലഭിച്ച തീയതിയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ അത് പരിഹരിക്കേണ്ടതാണ്. അതിനാൽ ശരിയായ ഉത്തരം ആ വർഷത്തെ ഒക്ടോബർ 1 ആണ്. ചോദ്യം നമ്പർ 41. ഈ കരാറുകളിൽ ഏതാണ് സ്വാഭാവികമായ ഡിഫോൾട്ട് റിസ്ക് ഉള്ളത്? അതായത് ഇടപാടിലെ പാർട്ടികൾ കരാറിന്റെ കാലാവധിയിൽ സമ്മതിച്ച തുക നൽകുന്നതിലും വസ്തു കൈമാറുന്നതിലും പരാജയപ്പെടാൻ സാധ്യതയുള്ളത്. കരാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്റ്റും ഓപ്ഷൻ കോൺട്രാക്റ്റും. മുകളിൽ പറയുന്നവ എല്ലാം. ശരിയായ ഉത്തരം ഫോർവേഡ് കോൺട്രാക്ട് ആണ്. അതിനാൽ ഫോർവേഡ് കോൺട്രാക്ട് വളരെ ലളിതമാണ്. ഇത് നിർദ്ദിഷ്ടമായ ഒരു തീയതിയിൽ നേരിട്ട് രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കപ്പെടുന്നു. ഇതിനിടയിൽ ഒരു എക്സ്ചേഞ്ച് ഇല്ല. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എക്സ്ചേഞ്ച് ഇല്ല. അതിനാൽ പാർട്ടി താനെ തീരുമാനിക്കുന്നു, ശരിയാണോ? അതിനാലാണ് പാർട്ടിയുടെ ഡിഫോൾട്ട് റിസ്ക് കൂടുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഫോർവേഡ് കോൺട്രാക്ട് ആണ്. ചോദ്യം നമ്പർ 42. ഇക്വിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇമ്പാക്ട് കോസ്റ്റ് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു നിർദ്ദിഷ്ട ഓർഡർ സൈസിലൂടെ ഉണ്ടാകുന്ന ശതമാന വില മാറ്റം, ലിക്വിഡിറ്റി റിസ്ക്, അളവ്, ലിക്വിഡ്, ഇല്ലിക്വിഡ് സ്റ്റോക്കുകളിൽ ഉള്ള റിസ്ക്. മുകളിൽ പറയുന്നവ എല്ലാം. അതിനാൽ ശരിയായ ഉത്തരം മുകളിൽ പറയുന്നവ എല്ലാമാണ്. ഇമ്പാക്ട് കോസ്റ്റ് ഇക്വിറ്റി മാർക്കറ്റുകളിൽ വരുന്നു. ഇത് ലിക്വിഡ് സ്റ്റോക്കുകളിലും വരുന്നു. ലിക്വിഡിറ്റി റിസ്ക് അളവിലും വരുന്നു. ഒരു നിർദ്ദിഷ്ട ഓർഡർ സൈസിലൂടെ ഉണ്ടാകുന്ന ശതമാന വില മാറ്റത്തിലും വരുന്നു. ശരിയായ ഉത്തരം മുകളിൽ പറയുന്നവ എല്ലാമാണ്. ചോദ്യം നമ്പർ 43. മിസ്റ്റർ സുന്ദറിന്റെ നിക്ഷേപ ലക്ഷ്യം സ്ഥിരമായ വരുമാനം നേടുക എന്നതാണ്. ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം ഒരു BMS സ്ഥാപനത്തെ സമീപിക്കുന്നു. നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ പോർട്ട്ഫോളിയോ മാനേജർക്ക് ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുപ്പ് ഏതാണ്? പുതിയ IPOകൾ, ഡിവിഡൻഡ് നൽകുന്ന ഇക്വിറ്റി ഷെയറുകൾ, സീറോ കൂപ്പൺ ബോണ്ടുകൾ, അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഇക്വിറ്റി ഷെയറുകൾ. ഇവിടെ സ്ഥിരമായ വരുമാനം ആവശ്യമാണ്. ശരിയായ ഉത്തരം ഡിവിഡൻഡ് നൽകുന്ന ഇക്വിറ്റി ഷെയറുകളാണ്. കാരണം മിസ്റ്റർ സുന്ദറിന്റെ നിക്ഷേപ ലക്ഷ്യം സ്ഥിരമായ വരുമാനം നേടുക എന്നതായതിനാൽ സ്ഥിരമായ വരുമാനം ഡിവിഡൻഡ് നൽകുന്ന ഇക്വിറ്റി ഷെയറുകളിൽ നിന്ന് ലഭിക്കാം.
സ്ഥിരമായ വരുമാനം ഡിവിഡൻഡ് നൽകുന്ന ഇക്വിറ്റി ഷെയറുകളിൽ പുതിയ IPOകളിൽ സീറോ കൂപ്പൺ ബോണ്ടുകളിൽ നിന്ന് ലഭിക്കില്ല, കാരണം അവയിൽ കൂപ്പൺ ഇല്ല. അതിനാൽ സ്ഥിരമായ വരുമാനം ലഭിക്കില്ല. കൂടാതെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഇക്വിറ്റി ഷെയറുകളിലും സാധാരണയായി മിഡ് ക്യാപ് കമ്പനികൾക്കും സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനികൾക്കും ഡിവിഡൻഡ് വളർച്ചയുടെ സാധ്യത കുറവാണ്. അതിനാലാണ് ഡിവിഡൻഡ് നൽകുന്ന ഇക്വിറ്റി ഷെയറുകളിൽ നിക്ഷേപം നടത്തേണ്ടത്. ചോദ്യം നമ്പർ 41. ഒരു ലിസ്റ്റ് ചെയ്യാത്ത കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന് സെക്യൂരിറ്റികളുടെ സബ്സ്ക്രിപ്ഷൻ ക്ഷണിക്കുന്നു. ഇഷ്യൂവർ ഒരു പബ്ലിക് ഇഷ്യൂവറോ റൈറ്റ് ഇഷ്യൂവറോ അല്ല. ഇത്തരം ഒരു ഇഷ്യൂവറെ പ്രൈവറ്റ് പ്ലേസ്മെന്റ്, പ്രൈവറ്റ് ഇക്വിറ്റി, പ്രിഫറൻഷ്യൽ ഇഷ്യൂവർ, കൺവേർട്ടിബിൾ ഡിബഞ്ചർ ഇഷ്യൂവർ എന്നിങ്ങനെയാണ് വിളിക്കുന്നത്. ശരിയായ ഉത്തരമാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ചോദ്യം നമ്പർ 45. ഫിറ്റ് ആൻഡ് പ്രോപ്പർ പ്രഖ്യാപന പ്രകാരം ഒരു വ്യക്തിയുടെ യോഗ്യത നിർണ്ണയിക്കാൻ സെബി പരിഗണിക്കാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ക്യാരക്ടറൽ ഇന്റഗ്രിറ്റി, സാമ്പത്തിക സ്ഥിരത, ശിക്ഷാ ഉത്തരവുകൾ, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പിടിച്ചിരിക്കുന്നത്. അതിനാൽ ശരിയായ ഉത്തരമാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് പരിഗണിക്കാത്തത്? അതിനാൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പിടിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഫിറ്റ് ആൻഡ് പ്രോപ്പർ ആണെന്ന് പ്രഖ്യാപിക്കാൻ പരിഗണിക്കുമോ? ചോദ്യം നമ്പർ 46. ഫീസ് ആൻഡ് ചാർജ് സംബന്ധിച്ച സെബി നിബന്ധനകൾ പ്രകാരം ഒരു PMS സ്കീമിന്റെ ഹൈ വാട്ടർമാർക്ക് എന്നത് എന്താണ്? ഹൈ വാട്ടർമാർക്ക് എന്നത് പോർട്ട്ഫോളിയോ അക്കൗണ്ടിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമാണ്. ഹൈ വാട്ടർമാർക്ക് എന്നത് പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിലെ ഒരു ത്രെഷോൾഡാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ട്ഫോളിയോ മാനേജർ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫീസ് ഈടാക്കാൻ കഴിയും. അതിനാൽ മാത്രം ഹൈ, മാത്രം പേ, IMPയും അല്ലെങ്കിൽ IMPയും ഒന്നുമല്ല എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരമാണ് IMPയും. രണ്ടും ശരിയാണ്. ഉയർന്ന വാട്ടർമാർക്ക് പോർട്ട്ഫോളിയോ കീ അല്ലെങ്കിൽ ഹൈ വാട്ടർമാർക്ക് പരിധി, പോർട്ട്ഫോളിയോ മൂല്യം, പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫീസ്, പോർട്ട്ഫോളിയോ മാനേജർ വഴി. അതിനാൽ ശരിയായ ഉത്തരമാണ് IMPയും. ചോദ്യം നമ്പർ 47. നോൺ റെസിഡന്റ് നിക്ഷേപകരുടെ KYCക്ക് ശേഖരിക്കേണ്ട അധിക ഡോക്യുമെന്റുകൾ തിരിച്ചറിയുക. ജനന സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫൈഡ് ട്രൂ കോപ്പി, വിദേശ വിലാസത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ യഥാർത്ഥ പകർപ്പ്, പാസ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ യഥാർത്ഥ പകർപ്പ്. മാത്രം IMPയും, മാത്രം PMKയും, മാത്രം IMKയും അല്ലെങ്കിൽ C എല്ലാം. ശരിയായ ഉത്തരമാണ് മാത്രം PMKയും. ജനന സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫൈഡ് ട്രൂ കോപ്പി, ഓവർസീസ് അഡ്രസ്സിന്റെ കോപ്പി, പാസ്പോർട്ട് കോപ്പി, കൂടാതെ സ്ഥിരം വിലാസം തെളിയിക്കുന്ന രേഖ. ശരി. അതെ, നമ്മുടെ കാര്യത്തിൽ ഇത് ചോദ്യം നമ്പർ 48. പ്രാചീന വസ്തുക്കളിൽ നിക്ഷേപം ഒരു അദൃശ്യ നിക്ഷേപത്തിന്റെ ഉദാഹരണമാണ്. വൈകല്യ നിക്ഷേപം, സെക്യൂരിറ്റികൾ, നിക്ഷേപങ്ങളുടെ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ നിക്ഷേപം. അതിനാൽ ഇതിനെ വൈകല്യ നിക്ഷേപങ്ങൾ എന്ന് വിളിക്കുന്നു. വൈകല്യ നിക്ഷേപം, സാധാരണ നിക്ഷേപം, സാധാരണ നിക്ഷേപം. ഇവയാണ് വൈകല്യ നിക്ഷേപം. നിക്ഷേപം ഇത് വിളിക്കുന്നത് പ്രാചീന വസ്തുക്കളിലോ കലകളിലോ നിക്ഷേപം വൈകല്യ നിക്ഷേപങ്ങളാണ്. ചോദ്യം നമ്പർ 49. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സെക്യൂരിറ്റികളിൽ ഇടപെടൽ അതിൽ ഇടപാടിൽ പ്രവേശിക്കുമ്പോൾ അത് നിർവഹിക്കാനുള്ള ഉദ്ദേശമില്ലാതെ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ ഭൗതികമായോ ഡിമാറ്റ് രൂപത്തിലോ വിറ്റുകയോ പണയമിടുകയോ ചെയ്യുമ്പോൾ അത് കപടമോ തട്ടിപ്പോ ആയ ഇടപാടായി കണക്കാക്കപ്പെടും. വിലകൾ കൃത്രിമമായി ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിനായി സെക്യൂരിറ്റികളിൽ ഇടപെടാൻ ഒരാളെ പ്രേരിപ്പിക്കൽ അല്ലെങ്കിൽ ഓഹരികളുടെ ഇഷ്യൂവിൽ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കൽ. അതിനാൽ ശരിയായ ഉത്തരമാണ് സെക്യൂരിറ്റികൾ ഭൗതികമായോ ഡിമാറ്റ് രൂപത്തിലോ വിറ്റുകയോ പണയമിടുകയോ ചെയ്യുന്നത്. ചോദ്യം നമ്പർ 50. സെക്ടർ സ്പെസിഫിക്, കമ്പനി സ്പെസിഫിക് ഘടകങ്ങളാൽ ഉണ്ടാകുന്ന റിസ്ക് ഏത് പേരിലാണ് വിളിക്കുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്, സ്പെക്കുലേറ്റീവ് റിസ്ക് അല്ലെങ്കിൽ ടോട്ടൽ റിസ്ക്. അതിനാൽ ശരിയായ ഉത്തരമാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. കമ്പനി സ്പെസിഫിക് റിസ്ക്. കമ്പനി സ്പെസിഫിക് റിസ്ക് ഘടകങ്ങൾ. വ്യവസ്ഥാപിതമല്ലാത്ത അപകട സാധ്യത. ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നതിനായി വളരെ നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യൂ. അതായത് മോക്ക് ടെസ്റ്റ് 21 ആപ്പൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാം മോക്ക് ടെസ്റ്റ് 3. എനിക്ക് പ്രതീക്ഷയുണ്ട്. ചോദ്യം. അവിടെ ചോദ്യങ്ങൾ എളുപ്പമുള്ള പരീക്ഷ. സബ് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. പരീക്ഷ എഴുതാം. 3 മോക്ക് ടെസ്റ്റുകൾ 150 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പൂർണ്ണമായും ഹാലി അവിടെ ദയവായി ഹമദി ബഗരി വീഡിയോകൾ അവർക്ക് കഴിയും. ചേരുന്നതിനായി വളരെ നന്ദി.